പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ. കൊച്ചിയിലും ഇടുക്കിയിലും തൃശ്ശൂരും റെഡ് അലേർട്ടാണ്. കൊച്ചിയിൽ രാത്രിയിൽ തുടങ്ങിയ മഴയ്ക്ക് ശമനമില്ല. വെള്ളക്കെട്ട് രൂക്ഷമാണ്. എറണാകുളം പേട്ടയിൽ കാർ വെള്ളക്കെട്ടിലകപ്പെട്ടു. തൃശ്ശൂരിൽ രാവിലെ മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പാലക്കാട് കോൽപ്പാടം കോസ്വേയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ടയിലും ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയിൽ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നു. റെഡ് അലേർട്ടുള്ള ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ കനത്തു പെയ്യുന്നു. വിവിധ ബ്യൂറോകളിൽ നിന്ന് റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നു. ലെബി സജീന്ദ്രൻ കൊച്ചി പേട്ടയിൽ നിന്നും, ജെയ്സൺ ചമോളപ്പിൽ തൃശ്ശൂരിൽ നിന്നും, പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ പമ്പാനദിയുടെ സമീപത്ത് നിന്നും, രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പമുണ്ട്. മഴയുടെ വിവരങ്ങൾ അറിയാം. ആദ്യം നമ്മൾ പേട്ടയിലേക്ക് പോകുന്നു. അവിടെ കാർ ഉയർത്താനുള്ള ശ്രമം നടത്തുകയാണ്. ലെബി സജീന്ദ്രൻ അവിടെയുണ്ട്. ലെബി, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ കാർ വന്ന് വീണത്? ആളുകൾക്കാർക്കും പരിക്കില്ലല്ലോ അല്ലേ? എന്താ സംഭവിച്ചത് ലെബി? ഡോക്ടർ അരുൺ, ഇത് തൃപ്പൂണിത്തുറ പേട്ടയിൽ നിന്ന് മരടിലേക്കുള്ള റോഡാണ്. പേട്ടയിൽ നിന്ന് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലേക്കുള്ള താമരശ്ശേരി റോഡ്. ഇതുവഴി ഗൂഗിൾ മാപ്പ് നോക്കി വന്ന ഒരു ടാക്സി കാറാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഇതൊരു വളവ് തിരിയുന്നതിനിടയിൽ റോഡ് ഏതാണ്, കാന ഏതാണ് എന്നും അറിയാതെ, കാനയ്ക്ക് ഇത്തരത്തിൽ മൂടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാനയിലേക്ക് ഈ കാർ മറിയുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ ദൃശ്യങ്ങളിൽ കാണാമല്ലോ, കാർ ഉയർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാറ് മറിഞ്ഞ് ഇതിലെ ഡ്രൈവർ ഏതാണ്ട് പരിശ്രമിച്ചു തന്നെ. അപ്പോൾ ആ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ആളുമില്ലായിരുന്നു. ഈ വെള്ളത്തിലേക്ക് മുങ്ങിയ കാർ തുറന്ന് ഡ്രൈവർ രക്ഷപ്പെടുകയായിരുന്നു. ഡ്രൈവർ മാത്രമേ വണ്ടിയിലുള്ളായിരുന്നു. ആ സമയം മുതൽ ഈ കാറ് പുറത്ത് ഇത് രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം ഇവിടെ വെള്ളം കണ്ടാൽ അറിയാമല്ലോ, കലങ്ങി മറിഞ്ഞ കാനയിലെ വെള്ളം കലർന്ന് വെള്ളം ഒഴുകുകയാണ്. എന്നിട്ടും നാട്ടുകാരെല്ലാവരും എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇങ്ങോട്ട് എത്തി ഈ ടാക്സി ഡ്രൈവർ ഈ റോഡിലേക്ക് ഒരു ടാക്സി ഓട്ടം വിളിച്ചതാണ്, യൂബർ ഓട്ടം വിളിച്ചതാണ്. ഓട്ടം വിളിച്ചപ്പോൾ ആ ഗൂഗിൾ മാപ്പ് നോക്കി വരുന്നതിനിടയിൽ ഒരു വളവ് തിരിയുന്നതിനിടയിലാണ് ഇത്തരത്തിൽ റോഡ് ഈ ഭാഗമെല്ലാം മുങ്ങിക്കിടക്കുകയാണ്. രാവിലെ മുതൽ ഇന്നലെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അർദ്ധരാത്രി മുതൽ കൊച്ചി നഗരത്തിലെ ഏതാണ്ട് എല്ലാ താഴ്ന്ന പ്രദേശങ്ങളുടെയും അവസ്ഥയും ഇതുതന്നെയാണ്. ഇത്തരത്തിൽ വെള്ളത്തിലേക്ക് പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലാണ് ഇങ്ങോട്ട് വരുന്നതിനിടയിൽ റോഡ് എവിടെയാണ് എന്ന് മനസ്സിലാകാതെ ഇത്തരത്തിൽ ഇതിലേക്ക് പെട്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലർ മേഴ്സി ടീച്ചർ നമുക്കൊപ്പമുണ്ട്. ശരിക്കും ഇത് എപ്പോഴാണ് അപകടത്തിൽ? സത്യത്തിൽ ഞാനൊരു 6:30 ആയപ്പോഴാണ് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ സത്യത്തിൽ അപ്പോൾ വന്നില്ല, കാരണം എൻ്റെ വീടും വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ ഇത്തിരി താമസിച്ചു വരാം. ടീച്ചർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഇറങ്ങാൻ പറ്റുന്നില്ല. മുട്ടിനൊപ്പം വെള്ളം അകത്തല്ല, സ്റ്റെപ്പ് ഇങ്ങനെ മെന്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ സാധാരണ കിടക്കുന്ന മാതിരി വന്നുള്ളത്, ഇവിടെ ഇങ്ങനെ ഒരു വേലിയേറ്റം വരുമ്പോൾ വെള്ളം കയറാറുണ്ട്. പക്ഷേ ഇന്നിതിപ്പോൾ ഈ വഴി തെറ്റി വന്ന് വീണതാണ്. അതെന്താ, കാനയ്ക്ക് മൂടിയില്ലായിരുന്നു? എന്തുകൊണ്ടാണ്? ഇവിടെ ഇല്ല, അതിർത്തി തോടെന്നാണ് പറയുന്നതിന്. ഇത് തോടെന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഫണ്ടൊന്നും നമുക്ക് ഈ തോടിന് സ്ലാബ് ഇടാൻ പറ്റില്ല. ഇത് വേറെ വല്ല ഫണ്ട് കിട്ടിയാൽ. ഇതിന്റെ അതിർത്തി തോടെന്ന് പറയുമ്പോൾ ഇതിന്റെ പറയും, ഇത് മുനിസിപ്പാലിറ്റി, മരട് മുനിസിപ്പാലിറ്റി, അത് കൊച്ചിൻ കോർപ്പറേഷൻ. ഡോക്ടർ അരുൺ, അതിന്റെ ഒരു പരിമിതി യൂബർ ഓല ഓടിക്കുന്ന ടാക്സി ഡ്രൈവറാണോ? അതെ, യൂബർ ടാക്സി ഡ്രൈവറാണ്. രാവിലെ ഇങ്ങോട്ട് ഒരാൾ ഓട്ടം വിളിച്ചതാണ്. അതിനനുസരിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി ആ വീട്ടിലേക്ക് വരികയായിരുന്നു. ആ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഡ്രൈവർക്ക് സ്ഥലം പരിചയമില്ലാത്ത ആളാണ്. തോട് ഏതാണ്, കാന ഏതാണെന്ന് തിരിച്ചറിയാനാവാത്ത വിധം വരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക പ്രേക്ഷകരെ, മഴ കനക്കുന്നുണ്ട്. ഇതേപോലെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചെന്ന് ചാടാൻ പോകുന്നത് വലിയ കുഴിയിലും വലിയ കാനയിലും ഒക്കെ ആയിരിക്കും. തൃപ്പൂണിത്തുറ പേട്ടയിൽ നിന്ന് മരടിലേക്കുള്ള റോഡിൽ ഗൂഗിൾ മാപ്പിട്ട് വന്ന ടാക്സിക്കാരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. വണ്ടി നേരെ അങ്ങ് താഴെ കാനയിലേക്ക് പോയി. എന്തായാലും യാത്രക്കാരൻ ഡ്രൈവറും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേറെ പ്രത്യേകതയുള്ളത്, ഇവരൊക്കെ ഓരോ ദിവസവും കൂടി അതാത് ദിവസത്തെ അന്നം വാങ്ങുന്ന ആളുകളാണ്. ഇനി ഇത് കൊണ്ടുപോയി എഞ്ചിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു പണി, അതിൻ്റെ കണ്ണാടിച്ചിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരു പണി, അതിൻ്റെ ബാക്കി എല്ലാം കൂടി പണി കഴിഞ്ഞെടുക്കുമ്പോഴേക്ക് ഒരു നല്ല തുകയാവുകയും ചെയ്യും. ഇൻഷുറൻസ് കുറച്ച് കിട്ടുമായിരിക്കും, ബാക്കി എന്നാലും ബുദ്ധിമുട്ടാണ്. അതാത് ദിവസം ഓടി അന്നം തികയ്ക്കുന്ന ആളുകളാണ് നമ്മുടെ ഊബർ ഓല ടാക്സി ഡ്രൈവർമാരെല്ലാം. അതിലൊരു ഊബർ ടാക്സി ഡ്രൈവറാണ് ഗൂഗിൾ മാപ്പിട്ട് നോക്കി വന്നതാണ്. പാവം വന്ന് ചാടിയത് കാനയിലായിപ്പോയി. ഇപ്പോൾ ആ കാറ് ആ കാനയിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഉയർത്തുന്നത്. പലയിടങ്ങളിലും കനത്ത മഴയാണ്. പക്ഷേ ഇപ്പോൾ പേട്ടയിൽ അല്പം മഴയൊന്ന് ശമിച്ചു നിൽക്കുന്നു അല്ലേ ലിബി?
ഡോക്ടർ അരുൺ ഇപ്പോഴൊന്ന് മഴ ശമിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ ടാക്സി ഡ്രൈവർ നമുക്ക് തൊട്ട് പിന്നിൽ നിൽപ്പുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ ക്യാമറയിൽ ഇതൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ പറയുകയായിരുന്നു. ഒരു മാർഗ്ഗവും കൊച്ചിയിലെ റോഡും തോടും തമ്മിൽ തിരിച്ചറിയാനില്ല. ഇത്തരത്തിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുമ്പോൾ അബദ്ധത്തിൽ പെടുക സ്വാഭാവികമാണ്. പക്ഷേ തൻ്റെ മുഖം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു കൃത്യനിർവഹണത്തിൽ അല്ലെങ്കിൽ തൊഴിൽ സാധ്യതയൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഡ്രൈവറുടെ അനുഭവങ്ങൾ നമ്മൾ നേരിൽ ഇവിടെ കാണിക്കാത്തത് കേട്ടോ. ഏതായാലും അത്തരത്തിൽ നിസ്സഹായാവസ്ഥ കൂടി ഞാൻ പറയുകയായിരുന്നു ഈ ടാക്സി ഡ്രൈവർമാരുടെ. ഇവരൊക്കെ പല സ്ഥലത്തേക്ക് ഓട്ടം വിളിച്ചിട്ട് ആ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പ് നോക്കി വരും. ഗൂഗിൾ മാപ്പ് നോക്കി മുന്നോട്ട് വരുമ്പോൾ ഒരു മാർഗ്ഗവും കൊച്ചി നഗരത്തിൽ ഇത്ര ഇടവഴികളിലില്ല. റോഡ് ഏതാണ്, കാന ഏതാണ്, തോട് ഏതാണ് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ വർഷം ഓർക്കുന്നുണ്ട് ഡോക്ടറുടെ വരാപ്പുഴയിൽ ഇതുപോലെ ഡോക്ടർമാരടക്കമുള്ളൊരു സംഘം ഗൂഗിൾ മാപ്പ് നോക്കി നേരെ നദിയിലേക്ക് കാറ് പതിച്ചത്. അത്തരത്തിലുള്ള അപകടമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. ഇവിടെയും ഇതുതന്നെയാണ് സംഭവിച്ചത്. ഏതാണ് റോഡ്, ഏതാണ് തോട്, ഏതാണ് കാന എന്നൊന്നും തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയാണ് പല ഭാഗങ്ങളിലും.